വാർത്തകളിലേക്ക്. നൈജീരിയ ലഹരി മാഫിയ സംഘത്തിന്റെ ലക്ഷ്യം കേരളം ഉൾപ്പെട്ട ദക്ഷിണേന്ത്യയും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളും. നേപ്പാൾ, മിസോറാം ലഹരി സംഘവും കണ്ണിയിലുണ്ട്. കേസിലെ പ്രതിയായ മലയാളി മുഹമ്മദ് സിറാജിന്റെ അക്കൗണ്ടിൽ ലക്ഷങ്ങൾ എത്തിയെന്നും പോലീസ് കണ്ടെത്തി. നൈജീരിയൻ ലഹരി മാഫിയ സംഘത്തിന്റെ ശൃംഖലയിൽ കണ്ണികളായി നേപ്പാൾ, കേരള, മിസോറാം ലഹരി മാഫിയ സംഘങ്ങൾ ഉള്ളതായാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. കേരള പോലീസും ഹരിയാന പോലീസും അന്വേഷണ വിവരങ്ങൾ പരസ്പരം കൈമാറി. ഹരിയാന പോലീസ് കണ്ടെത്തിയത് നിർണായകമായ ചില വിവരങ്ങളാണ്. നൈജീരിയൻ ലഹരി മാഫിയ സംഘത്തിന്റെ ഭാഗമായി അതിർത്തി പ്രദേശങ്ങളിലെ വലിയ മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്. നൈജീരിയൻ സംഘത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ച നേപ്പാൾ ലഹരി മാഫിയ സംഘത്തിന്റെ തലവന്മാരിൽ ഒരാളായ ബിമൽ പാണ്ഡി, മിസോറാമിലെ ലാൽ കട്ടോരി എന്നിവരെ ഹരിയാന പോലീസ് പിടികൂടി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇവരെ വിശദമായി ചോദ്യം ചെയ്യുമ്പോൾ ഞെട്ടിക്കുന്ന പല വിവരങ്ങളും പുറത്തുവരികയാണ്. കേരളം ഉൾപ്പെടുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുമാണ് നൈജീരിയൻ സംഘത്തിന്റെ ലക്ഷ്യകേന്ദ്രങ്ങൾ. നൈജീരിയൻ വിഘടനവാദികൾ രാജ്യത്ത് വിധ്വംസക പ്രവർത്തനങ്ങൾ ലഹരിയിലൂടെ നടത്തുക എന്ന ലക്ഷ്യമിട്ടു എന്നുള്ള സംശയവും അന്വേഷണ സംഘങ്ങൾക്കുണ്ട്. കേരള പോലീസ് പിടികൂടി റിമാൻഡ് ചെയ്ത മലപ്പുറം സ്വദേശി മുഹമ്മദ് സിറാജിന് പലതവണകളിലായി ലഹരി ഇടപാടിലൂടെ ലക്ഷങ്ങൾ അക്കൗണ്ടിലൂടെ മാത്രം എത്തിയിട്ടുണ്ട്. ഇതിന്റെ വിശദാംശങ്ങളെക്കുറിച്ച് കോഴിക്കോട് സിറ്റി പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ടെലിഫോൺ പരിശോധനയിലൂടെ ലഭിച്ച ശബ്ദശകലങ്ങളെ കേന്ദ്രീകരിച്ചുള്ള വിശദമായ അന്വേഷണവും പോലീസ് നടത്തുന്നുണ്ട്. കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ച് നൈജീരിയൻ ലഹരി മാഫിയ കേസിൽ കൂടുതൽ പേരെ കണ്ടെത്തുകയാണ് അന്വേഷണ സംഘത്തിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. ദീപക് ധർമ്മടം, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.